വീക്കെൻഡ് ആയതും കിട്ടിയ ബസ്സിൽ ചാടിക്കേറി നാട്ടിലോട്ട് പോവാണ്. എന്തിനാ പോകണമെന്നല്ലേ, വേലകളുടെ അവസാന വേലയെ കണ്ണമ്പ്ര വേല കാണാൻ. അങ്ങനെ നമ്മൾ കാടും തോടും പാടവും കടന്ന് പാലക്കാടെത്തി. വീട്ടിലെത്തിയതും ഒന്നും നോക്കിയില്ല, അച്ഛൻ്റെ പടക്കത്തിരി എടുത്ത് അച്ഛനടിച്ച എണ്ണയും കൊണ്ട് നമ്മൾ യാത്ര തിരിച്ച് കണ്ണമ്പ്രയിലേക്ക്. അവിടെ എത്തിയതും ഋഷിനാരദ മംഗലത്തിൻ്റെ വെടിക്കെട്ട് സെറ്റിംഗ് കാണാൻ പോയി. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത സെറ്റിങ്. അവസാന വേല ആയതുകൊണ്ട് നല്ല രീതിക്ക് മരുന്നുണ്ട്. ഈ കുഴികളിൽ നിന്നാണ് ഇനി ഡൈന വരാൻ പോകുന്നത്. കണ്ണമ്പ്ര കുലുങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ പോയത് പിന്നെ കണ്ണമ്പ്രയുടെ സെറ്റിംഗ് കാണാനായിരുന്നു. വെള്ളം ഒലിക്കുന്ന പാടത്ത് ചളിയിൽ ഇമാതിരി സെറ്റിംഗ്. അത് ചെയ്യണമെങ്കിൽ സ്റ്റിബിനേട്ടൻ തന്നെ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റിബിൻ ചേട്ടൻ. എന്തൊക്കെ പറഞ്ഞാലും കണ്ണമ്പ്ര വേല മഴയത്താണ്. പക്ഷേ ഇക്കൊല്ലം നല്ല മഴയായിരുന്നു. മഴയൊന്ന് നിന്നിരുന്നെങ്കിൽ 2016 ശേഷം പലതും ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നി. കുഴിച്ച കുഴിയിലൊക്കെ വെള്ളമായിരുന്നു. പിന്നെ കുറച്ചു നേരം ആനപ്പുരം കാണാൻ പോയി. കൃഷ്ണാർദ്ധ മംഗലത്തിൽ നന്ദനായിരുന്നെങ്കിൽ അപ്പുറത്ത് ചന്ദ്രശേഖരായിരുന്നു. കുറച്ചു നേരം കളറും കൊടയും നോക്കി വന്നു. വെറൈറ്റികൾ ഉണ്ടായിരുന്നു ഇക്കൊല്ലവും. പിന്നെയും മഴയുടെ പണി തുടങ്ങി. അങ്ങനെ കണ്ണമ്പ്ര വേല മഴ കൊണ്ടുപോയി. മഴ എല്ലാവരെയും നിരാശപ്പെടുത്തി. എല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു. പക്ഷേ 14 മണിക്കൂറിന് ശേഷം പാടവും പറമ്പും നിന്ന് കത്തി. അങ്ങനെ കണ്ണമ്പ്ര വേല കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.